കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി ഒരു വീഡിയോ ഇതിലിട്ടിട്ട്. ഞാൻ ഒന്നാമത് നേരം കിട്ടാറില്ല, പക്ഷെ ഞാൻ ചാനൽ നിർത്തിയാലോ എന്ന് ആലോചിച്ചു. ശരിക്കും നമ്മൾ എന്നും വീഡിയോ ചെയ്യുമ്പോഴാണ് ചാനൽ വ്യൂസൊക്കെ വരുള്ളൂ. പക്ഷേ ചാനൽ നിർത്തിയാലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാലോ, അധികം വ്യൂവേഴ്സൊക്കെ കുറവുള്ളൊരു ചാനലാണ്, ചെറിയ ചാനലാണ്. അതുകൊണ്ട് തന്നെ 3 പേരാണ് കമൻ്റ് ഇട്ടത് ഇപ്പോൾ നിർത്തരുതെന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരാൾ പറഞ്ഞിരുന്നു അവർക്ക് മനസ്സമാധാനം ഈ ചാനലാണെന്ന്. അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ 3 പേര് ഞാൻ ഭഗവാൻ അവരെ കൊണ്ട് പറയിച്ചതായി എനിക്ക് തോന്നി. അതായത് ഈ ചാനൽ നിർത്തരുതെന്ന് ഭഗവാനായിട്ട് അവരെ കൊണ്ട് പറയിച്ചതാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് നേരം കിട്ടിയില്ല. പക്ഷെ അവർക്ക് വേണ്ടിയെങ്കിലും 3 പേരെ എനിക്ക് വ്യൂവേഴ്സ് ഉള്ളെന്നുണ്ടെങ്കിൽ ആ 3 പേർക്ക് വേണ്ടിയെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇടയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. കാരണം ഭഗവാൻ അങ്ങനെ തോന്നിച്ചല്ലോ അവരെ കൊണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ ഇടുകയാണ്. കുറച്ച് നാൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാനെ വിളിക്കേണ്ട രീതിയെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. നമ്മൾ ചില സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു പോകും. നമുക്ക് ഭഗവാനെ വിളിക്കാൻ പോലും തോന്നില്ല. അത്രയും നമ്മുടെ ആ ഒരു ഊർജ്ജ വലയം നമ്മളെ തടയുന്നുണ്ടാവും ഭഗവാനിലേക്കുള്ള. ചിലപ്പോൾ നെഗറ്റീവ് എനർജിയാണോ, നമ്മൾ പറയും ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടാണോ ഭഗവാനെ വിളിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു കൂടോത്രമാവില്ല, നമ്മുടെ ഓറ ശരിയല്ലാത്തതുകൊണ്ടാണത്. നമ്മുടെ ഓറയിൽ വരുന്ന, അതായത് ആ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാധീന വലയം നമ്മളിലുണ്ടല്ലോ, നമ്മുടെ കർമ്മഫലം അനുസരിച്ച് അത് ബാധിക്കും. അപ്പോൾ ആ ഗ്രഹങ്ങൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആകർഷണ വ്യത്യാസങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ഓറയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മോശം സമയമാകുമ്പോൾ ആ ഓറയിൽ നെഗറ്റീവ് എനർജി കൂടി നിൽക്കും. അതായത് വിള്ളലുകൾ സംഭവിച്ചേക്കാം ഓറയിൽ. അപ്പോൾ ഈ ഓറയിൽ വിള്ളലുകൾ വരുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കൊരു സൊല്യൂഷനേ ഉള്ളൂ. പ്രധാന സൊല്യൂഷൻ അതാണ്. കാരണം എന്ത് സൊല്യൂഷൻ കിട്ടിയാലും അത് ഭഗവാനറിയാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭഗവാനെ വിളിക്കുക. ഇപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനിലാണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടെൻഷനിലാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഒഴിവുള്ള സമയത്ത്, സന്ധ്യാസമയത്തോ രാവിലെ സമയത്തോ പൂജാമുറിയിലോ, അല്ലെങ്കിൽ നമ്മൾ എന്നും വിളക്ക് വീട്ടിൽ വയ്ക്കുമല്ലോ, അപ്പോൾ ആ വീട്ടിൽ വയ്ക്കുന്ന വിളക്ക് നന്നായി നെയ്യിട്ടിട്ട് തിരിയിട്ട് കത്തിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം നെയ്ക്ക് അതിവിശിഷ്ടമായ ഫലം, പെട്ടെന്ന് ഫലം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വിളക്ക് ഒരു 5 തിരിയിട്ടൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഭഗവാന്റെ ഒരു ഫോട്ടോ വെച്ച്, അത് വളരെ ശുദ്ധമായ സ്ഥലത്തായിരിക്കണം. നമ്മൾ മത്സ്യമാംസമൊക്കെ പാകം ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ കിടക്കുന്ന റൂമിലോ ഒക്കെ പോയിട്ട് ഭഗവാന്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അത് എനിക്കറിയില്ല, എൻ്റെ വിശ്വാസങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ എൻ്റെ വിശ്വാസങ്ങളിൽ ഞാൻ പറയുന്നതാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം വേറെ ആയിരിക്കാം, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് ബലം കിട്ടുന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ പറയുന്നത് ഭഗവാന്റെ വിളക്ക് ഒരു ശുദ്ധമായ സ്ഥലത്ത്, പൂജാമുറി പോലെയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു വിശിഷ്ടമായ സ്ഥലം, വിശുദ്ധമായ സ്ഥലത്ത് വയ്ക്കുക. എന്നിട്ട് അവിടെ വിളക്ക് വയ്ക്കുമ്പോൾ വിളക്ക് വെച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ഫോട്ടോ, നമ്മൾക്ക് ആ ഫോട്ടോയിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ആ ഫോട്ടോയിൽ നന്നായി നോക്കി പ്രാർത്ഥിക്കുക. അതായത് നിങ്ങളൊരു നിമിഷം ഭഗവാന് ആ ഫോട്ടോയിൽ കുറേ നേരം നോക്കിയിരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഭഗവാന്റെ ആ ഫോട്ടോ മനസ്സിൽ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആനന്ദം കിട്ടുന്നുണ്ടാവും. ആ ഭഗവാനെ മാത്രം മനസ്സിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ആ പരമാനന്ദമുണ്ട്. ശരിക്കും അതൊരു ബ്രഹ്മാനന്ദം തന്നെയാണ്. അപ്പോൾ
നമ്മൾ ഭഗവാനെ പൂർണ്ണമായ മനസ്സിൽ വിചാരിച്ച് എൻ്റെ ഈ വിഷമങ്ങളൊക്കെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, എൻ്റെ എല്ലാ ദുഃഖവും ഭഗവാനിലേക്ക് മാത്രം സമർപ്പിക്കുന്നു എന്ന് കരുതുക. എനിക്കിനി വേറെ ചിന്തകളൊന്നുമില്ല. ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യവും എല്ലാതും ഭഗവാനായിട്ട് നടത്തിക്കൊള്ളുക. ഭഗവാനായിട്ട് എന്താണെന്ന് സൊല്യൂഷൻ എന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഞാൻ ഇനി അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാനില്ല. ഈ ദുഃഖം പൂർണ്ണമായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പൂർണ്ണമായി മനസ്സിൽ നിന്ന് ആ ദുഃഖത്തെ പൂർണ്ണമായി ഭഗവാന് വിട്ടുകൊടുക്കുക. നമ്മളുടെ മനസ്സിലിപ്പോൾ ആ ദുഃഖമില്ല, അത് ഭഗവാൻ ഏറ്റെടുത്തു. അങ്ങനെ കരുതി കുറച്ച് നേരം ശാന്തമായി നമ്മുടെ മനസ്സിൽ ആ ഭഗവാന്റെ രൂപമായിരിക്കണം. അങ്ങനെ ആ പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുക. ഇനിയുള്ളത് ഭഗവാൻ നോക്കിക്കൊള്ളും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാം, അമ്പലത്തിൽ പോകാം. അമ്പലത്തിൽ പോയി നമ്മൾ ആ കുറി തൊടുക. പിന്നെ നമ്മൾ അവിടുന്ന് പുഷ്പങ്ങൾ കിട്ടും, നല്ല പുഷ്പങ്ങളുണ്ടാവും, താമരപ്പൂവ് അല്ലെങ്കിൽ കൂവളം. അപ്പോൾ അതും ആ ചന്ദനവും തുളസി ഇതൊക്കെ ആ ചന്ദനവും ഒക്കെ ആയിട്ട് ചേർന്ന് വരുമ്പോൾ, പിന്നെ പനിനീര്, ഇതൊക്കെ എല്ലാം ചേർന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക സുഗന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ ടെൻഷനൊക്കെ വരുമ്പോൾ ഭഗവാനെ വിളിക്കുന്ന നേരത്ത് നമ്മൾ ഈ പൂവ് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദത്തിലെ പൂവ് എടുത്ത് ഒന്ന് നമ്മുടെ അതിൻ്റെ ആ മണം ആസ്വദിക്കുക. കുറച്ച് നേരം അതിങ്ങനെ ശ്വാസം വലിച്ചു വിടുക. ആ മണം, അതായത് പൊടിയും പുകയും അല്ലെങ്കിൽ വല്ല വിഷപ്പൂവൊക്കെ എടുത്ത് മണക്കാനല്ല കേട്ടോ പറയണം. നല്ല അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പരിശുദ്ധമായിട്ടുള്ള ചില പൂക്കൾ വിഷമുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതല്ല, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നല്ല പൂക്കൾ, വിഷമൊന്നും ഇല്ലാത്ത നല്ല കുഴപ്പമില്ല ശുദ്ധമായ പൂക്കൾ, ചന്ദനത്തിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാവരും മണമുള്ളത്. ആ പൊടിയൊന്നും വലിക്കരുത്. അപ്പോൾ അതിങ്ങനെ നമ്മളെ മൂക്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മണപ്പിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ശ്വാസം വലിച്ചു വിടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ വന്ന് നിറയുന്നത് കാണാം. അപ്പോൾ തന്നെ ഭഗവാന്റെ ഓർമ്മകളിലേക്ക് നമ്മൾ പോകും. അത് പെട്ടെന്ന് നമുക്ക് മാറ്റം കൊണ്ടുവരും. അതങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. പ്രത്യേകിച്ച് ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് ഒരു കൂവളത്തിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അതിൽ കൂവളത്തിൻ്റെ ഇലയുടെ ആ ഒരു മണം എന്ന് പറയുന്നത് അതിൽ ഭഗവാന്റെ പ്രസാദത്തിൻ്റെ മണം ഉണ്ടായിരിക്കും. അത് അർച്ചിച്ചതിന് ശേഷം കിട്ടുമ്പോൾ അവിടെ അവർ ഉപയോഗിക്കുന്ന ആ വസ്തുക്കളുടെ മണമൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മണപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഓറ നമ്മളിൽ വരുന്നതായി കാണാം. ഇതുപോലെ ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിൽ ആ നെഗറ്റീവിനെ മാറ്റി പെട്ടെന്നൊരു പോസിറ്റീവിലേക്ക് മാറ്റാനായിട്ട് കഴിയും. പിന്നെ ഈ പൂക്കൾ മണം നോക്കുക എന്നൊക്കെ പറയുന്നത്, പൂവ് എനിക്ക് അലർജിയാണ് എന്നിട്ട് ഞാൻ പൂവിൻ്റെ മണം നോക്കി എനിക്ക് അസുഖം വന്നു എന്നൊന്നും പറയാനല്ല കേട്ടോ. അങ്ങനെയുള്ളവരൊന്നും പൂക്കൾ മണം നോക്കാനൊന്നും പാടില്ല. അതായത് ചിലർക്ക് ചില പൂക്കൾ, ചില പൊടി, എല്ലാം അലർജി ഉള്ളവർ ഒക്കെ വളരെ ശ്രദ്ധിച്ച് മണം നോക്കുക. അതുപോലെ നല്ല പൂക്കൾ, അല്ലാതെ മോശം പൂക്കളും പറയാൻ പറ്റില്ല. ചില പൂക്കളൊക്കെ വിഷപ്പൂക്കളും ഉണ്ട്. പക്ഷേ അമ്പലങ്ങളിൽ സാധാരണ അർച്ചിക്കാറുള്ളത് അങ്ങനെ വാങ്ങിയ പൂക്കളല്ല, തൊടിയിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന നല്ല പൂക്കളാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെ പറ്റി പറയാനുള്ള ആധികാരിക ബോധമൊന്നും എനിക്കില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത് നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജിയിലെ ആ മനസ്സിലുള്ള ആ ഒരു ചിന്തകളും അതെങ്ങനെ പോസിറ്റീവാക്കി മാറ്റാമെന്നുള്ളതിൻ്റെ 2 ട്രിക്കുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇനിയും എനിക്ക് ഒഴിവുള്ളപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അത് 2 വ്യൂവേഴ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 2 വ്യൂവേഴ്സിനെ കാണാൻ വേണ്ടി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.